ഹായ് ഓൾ, ഐ എം ഡോക്ടർ ഹസൻ. ഐ എം യുവർ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റ്. സെൽഫ് വാല്യൂ ഉണ്ടായാൽ പിന്നെ നമ്മളെ ഈ ഓവർ തിങ്കിങ്ങോ അല്ലെ ആങ്സൈറ്റിയോ ഇതൊന്നും നമ്മളൊരു പരിധി കൂടുതൽ ബാധിക്കില്ല. അൺസർട്ടൈനിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെ കൂടെ ഉണ്ട്. പക്ഷെ എല്ലാവരും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ്. ഈ അൺസർട്ടൈനിറ്റീസൊക്കെ വെച്ചാൽ ജനിച്ചാൽ ഒരു ദിവസം നമ്മൾ മരിക്കും എന്നുള്ളതാണ് സുനിശ്ചിതം. വേറെ ഏത് കാര്യവും സുനിശ്ചിതമല്ല. രോഗം വന്നേക്കാം, വരാതിരുന്നേക്കാം. പൈസക്കാരനായേക്കാം, ആകാതിരുന്നേക്കാം. ദരിദ്രനാകാം, ആകാതിരിക്കാം. ഡ്രസ്സ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കല്യാണം നടക്കാം, നടക്കാതിരിക്കാം. പഠിക്കാൻ കഴിയാം, കഴിയാതിരിക്കാം. എല്ലാം അങ്ങനെയാണ്. സുനിശ്ചിതമായിട്ടുള്ളത് മരണമാണ്. അപ്പോൾ അത് വരുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം, ഈ ഒരു അവസരം നമ്മൾ ഉഷാറായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് നമ്മൾ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എന്തില്ലെങ്കിലും. അപ്പോൾ ഏറ്റവും വലിയൊരു സിനാരിയോ ഞാൻ മനസ്സിലാക്കണം, ഇപ്പോൾ ലോകത്ത് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അച്ഛനും അമ്മയില്ല, ഓർഫനേജിലാണ് വളർന്ന് അവിടെയും പ്രത്യേകിച്ച് കമ്പനിയൊന്നും ഇല്ലാത്തൊരാളാണെങ്കിലും ഇതുണ്ടാക്കാൻ കഴിയും. അവർക്ക് അവരുടെ എൻവയോൺമെൻറ്റിനെ അതിനനുസരിച്ച് ഈ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ധൈര്യസമേതം പറ്റാത്ത എൻവയോൺമെൻറ്റുകളിൽ നിന്ന് മാറി നിന്ന് പറ്റുന്ന എൻവയോൺമെൻറ്റുകളിലേക്ക് പോയി അവിടുത്തെ നല്ല സുഹൃത്ത് ബന്ധങ്ങളെയും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയാൽ നമുക്ക് ലൈഫ് മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് വരും. ഇങ്ങനെ ഈ ലൈഫ് ബിൽഡ് ചെയ്യല്ലാതെ നിങ്ങൾക്ക് പിന്നെ എന്താ ലോകത്ത് ചെയ്യാനുള്ളത്? കുറേ പൈസ ഉണ്ടാക്കിയിട്ട് അക്കൗണ്ടിൽ ഇട്ടാൽ നിങ്ങളെ പരിപാടി കഴിഞ്ഞോ? അതല്ലല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് ആ പൈസ നമ്മൾ ഉണ്ടാക്കുന്നതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാറ് വാങ്ങുക, വീട് വാങ്ങുക എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നീഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഒഴിച്ചാൽ പിന്നെ എല്ലാം ആർഭാടാണ്. ആർഭാടത്തുനിന്ന് നമുക്ക് നൈമിഷികങ്ങളായ സന്തോഷങ്ങൾ മാത്രമേ വരൂ. ഇങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സാക്രിഫൈസിലൂടെയും പോസിറ്റിവിറ്റികൾ തിരഞ്ഞുപിടിച്ചും മൈൻഡ് ഫുള്ളായിട്ടും ഇങ്ങനെയൊക്കെ ജീവിച്ചെങ്കിലേ കിട്ടൂ. അല്ലെങ്കിൽ നമ്മൾ ഇവഞ്ച്വലി ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ഞാൻ നേടാനുള്ള പൈസയൊക്കെ നേടാനുള്ള എന്താ പറയുക അംഗീകാരങ്ങളൊക്കെ നേടി, അവാർഡുകളൊക്കെ നേടി, വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ പിന്നെ ഒരു വോയിഡാണ്. ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല, എൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയുന്നില്ല. അപ്പം ആക്ച്വലി നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരു നെവർ എൻഡിങ് പർപ്പസ് ഉള്ള കാര്യമാണ്. ആ നെവർ എൻഡിങ് പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ എത്ര നന്നായി സേവിക്കുന്നു, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എത്ര നന്നായി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നു, അതിനെ ചെറിഷ് ചെയ്യുന്നു എന്നതിനൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ.